വാട്ട്സപ്പ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മളൊരു എയർ ഡ്രൈ ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്കതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് കോൺഫ്ലവർ. കോൺഫ്ലവർ ഏതായാലും കുഴപ്പമില്ല, മാത്രമല്ല കോൺഫ്ലവർ നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന അത്രയും അളവ് മാത്രം ഇട്ടാൽ മതി. ലൈക്ക് നമുക്ക് എത്ര ക്ലേ വേണോ അത്രയും കോൺഫ്ലവർ ഇടാം, കാരണം കോൺഫ്ലവറാണ് ഇതിലെ മെയിൻ ഐറ്റം. അപ്പോൾ നമുക്കിനി കോൺഫ്ലവർ അതിലോട്ട് പൊട്ടിച്ച് ഇടാം. അങ്ങനെ കോൺഫ്ലവർ അതിലോട്ട് ഞാൻ കുറച്ച് പൊട്ടിച്ച് ഇടുകയാണ്. അപ്പം കോൺഫ്ലവർ നമുക്ക് ക്ലേ ഉണ്ടാക്കുന്ന അത്ര ഇട്ടാൽ മതി. ലൈക്ക് ഒരുപാട് ഉണ്ടാക്കിയപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ അധികം ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ, കാരണം ഞാനത് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കിത്ര കോൺഫിഡൻസ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് നേരത്തെ ഒരു സാധനം എടുത്ത് വെക്കുന്നതാണ്. ഇത് ഇളക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ചേക്കണം. ലൈക്ക് വല്ല ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ വല്ല സ്പൂണോ എന്തെങ്കിലും. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു ഗ്ലൂ ആണ്. ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, ബട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളുമാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഫെവിക്കോൾ തന്നെയാണ്, ബിക്കോസ് പേഴ്സണലി എനിക്കിഷ്ടം ഫെവിക്കോളാണ്. എനിവേ ഗ്ലൂ ഒഴിക്കുമ്പം കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത്, ആ ഒരളവിൽ മാത്രമേ ഗ്ലൂ ഒഴിക്കാൻ പാടുള്ളൂ. ഞാൻ ഗ്ലൂ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കെന്തായാലും ഇത് ഇനി ഇളക്കാം. ഇത് ഇളക്കി വന്നപ്പോഴാണ് ഗ്ലൂ കുറച്ച് കുറഞ്ഞു പോയോ എന്ന് എനിക്ക് സംശയം വന്നത്. അങ്ങനെ ഞാൻ പിന്നെയും ഗ്ലൂ ഒഴിക്കാനായിട്ട് ഗ്ലൂ പാത്രം തുറന്നു. ഞെക്കിയിട്ട് വരാൻ കുറേ ബുദ്ധിമുട്ടായിരുന്നു. ഫൈനലി ഞാൻ ഞെക്കി കുറച്ച് ഗ്ലൂ ആണെങ്കിൽ കുറച്ച് ഗ്ലൂ ഒന്ന് വരാൻ ഞാൻ കുറേ ഞെക്കി. കാര്യം ഇതിലുണ്ടെങ്കിലും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിവേ വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ ഗ്ലൂ ഒഴിച്ചു. ഇനി ഇത് കുറഞ്ഞു പോയോ കുറച്ച് പോയോ എന്ന് നമുക്ക് നോക്കണം. എന്തായാലും ഇനി നമുക്ക് ഇതേപോലെ ഇളക്കി അടുത്ത സാധനം നമുക്ക് വേണ്ടത് വിനാഗറാണ്. ഈ വിനേഗർ എത്ര വേണമെന്ന് വെച്ചാലൊന്നും ഒഴിക്കരുത്, ലൈക്ക് കുറച്ച് ഒഴിക്കാവുള്ളൂ. കോൺഫ്ലവർ എത്ര ഉണ്ടോ അതിനും കുറച്ച് വിനേഗർ ഒഴിക്കാവുള്ളൂ. വിനേഗർ നമ്മൾ ഒരു പ്രിസർവിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി നമ്മളൊരു കുഴമ്പ് ക്ലേ സ്റ്റേജ് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. സോ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോഴാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തത്, ഈ ഒരു സാധനത്തിന് ഗ്ലൂ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്കിതിന് കുറച്ച് ഗ്ലൂവും കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കുറച്ച് വിനേഗറും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് വിനേഗറും പിന്നെ ഗ്ലൂ ഒക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കയ്യിൽ എടുത്ത് തുടങ്ങാം. നമുക്ക് കയ്യിൽ എടുക്കാം, പക്ഷെ ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കും ഇരിക്കുക. സോ ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് കുഴച്ചുകൊണ്ടാണ് എൻ്റെ കയ്യിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ ഇരുന്നത്. എനിവേ ഇനി നമുക്ക് ഓയിൽ ഒഴിക്കണം. ഏത് ടൈപ്പ് ഓഫ് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ യൂസ് ചെയ്തത് ആൽമണ്ട് ഓയിലാണ്.
ഏത് ഓയിലായാലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്റ്റിക്കിനെസ് മാറാൻ മാത്രമാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ നമുക്ക് കുഴച്ച് ക്ലേയുടെ പരുവാക്കാം. അങ്ങനെ കുഴച്ച് നല്ല സ്റ്റിക്നെസ് ഒക്കെ മാറി നല്ല സെറ്റായിട്ടുള്ള ക്ലേ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെയൊക്കെ കൊണ്ടുനടക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാം. ഏതെങ്കിലും ഒരു കവറിൽ എയർ ടൈറ്റായിട്ട് വെച്ചാൽ മതി, ഒന്നും ആവത്തൊന്നുമില്ല, പൂപ്പലൊന്നും അടിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട്സ് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. Until that, signing off. Thanks for watching. Bye bye.